എല്ലാവരും റെഡി ആവാനായിട്ട് പോവാണ്. പിന്നെന്താ പറയാനുള്ളത്, എന്തെങ്കിലും പറയാനുണ്ടോ ഈ നിമിഷത്തിൽ? എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിയുമ്പോൾ ഉടനെ എക്സാം ആണ്. അപ്പോൾ അവർ ആ എക്സാമിന് കഴിഞ്ഞ അടുത്ത ദിവസം പഠിക്കാൻ തുടങ്ങണം. അതെ, ബുക്കും കൊണ്ടാണ് അവർ സ്റ്റേജിലോട്ട് പോകുന്നത്. ആത്മാർത്ഥതയുള്ള പിള്ളേരാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം കാണുന്ന കോളേജിലായിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് സുന്ദരിമാരായിട്ട് നിൽക്കും. ഇപ്പോഴും സുന്ദരിമാരാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അനിയത്തി അറിയാമല്ലോ, ഇതെല്ലാം ഇവളുടെ ഫ്രണ്ട്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഓരോ വിഷ്വൽസ് കണ്ടിട്ട് വരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ബൈ. ഓക്കെ, അപ്പോൾ ആദ്യം എല്ലാവരോടും ഓഡിറ്റോറിയത്തിൽ പോയി ഇരിക്കാൻ പറയും. അപ്പോൾ അവിടെ കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റുഡൻസ് എല്ലാം അവിടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആദ്യം ഈ കുട്ടികളുടെ കൂടെ ചുമ്മാ അവിടെ പോയിരുന്നു. പിന്നെ പബ്ലിക് മീറ്റിംഗ് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പണ്ട് തൊട്ടേ സ്പീച്ചൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചു വന്നു. അപ്പോൾ ആദ്യം വന്നവരുടെ ഗ്രീൻ റൂമിൽ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഞാൻ സ്കൂളിൽ ഫുള്ളി ഇങ്ങനെ കറങ്ങി നടന്നു. എനിക്കിങ്ങനെ ഓരോ സ്പോട്ട് കാണുമ്പോഴും ഓരോരോ ഓർമ്മകളായിരുന്നു. എന്ന് വെച്ചാൽ പല പല ഫ്രണ്ട്സ്, പല പല ഗ്യാങ്സ് ഫ്രണ്ട്സുമായിട്ട് ഓരോ ക്ലാസ്സിൽ പല പല ഗ്യാങ് ആടുന്നല്ലോ. അപ്പോൾ ഓരോ ഗ്യാങ്ങുമായിട്ട് ഇവിടേക്ക് ഇങ്ങനെ നിൽക്കുന്നതും ചിരിക്കുന്നതും ഓരോ കാര്യം പറയുന്നതും ഇവിടുന്ന് ഓരോ ഗെയിംസ് കളിക്കുന്നതും അങ്ങനെ പല പല മെമ്മറീസ്, ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. ഈ സ്കൂളിൽ വന്ന് നമ്മൾ ഓരോ വട്ടം സ്കൂളിൽ വരുമ്പോഴും ഇത് കാണുമ്പോഴും പല പല മിക്സഡ് ഇമോഷൻസ് നമുക്ക് ആക്ച്വലി ഇങ്ങനെ കാണാം. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ആ ഓരോ പോയിന്റ്, ഇപ്പോൾ ആ ഓരോ മരം കാണുമ്പോഴും ആ മരത്തിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെ നമുക്കിങ്ങനെ തോന്നും. ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു സ്കൂളിൽ. ഓരോ വട്ടം പോകുമ്പോഴും എനിക്ക് ആ ഒരു ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. എന്താ അത് തന്നെ. ഇത് രൂപ മിസ് എന്നെ അക്കൗണ്ടൻസി പഠിപ്പിച്ചതാണ്. ഇത് അഞ്ചു മിസ് എക്കണോമിക്സ് പഠിപ്പിച്ചതാണ്. എൻ്റെ ക്ലാസ് ടീച്ചറുമായിരുന്നു. നന്ദനയുടെ ഫോർമർ സ്കൂളാണിത്. അപ്പം അങ്ങനെ ആനുവൽ ഡേ ആണ്, അത് കാണാൻ വന്നതാണ്. ഞങ്ങളുടെ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു അപ്രീഷിയേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നല്ലൊരു പെയിൻറ്ററാണ്, ഡാൻസറാണ്, അങ്ങനെ ഇപ്പോൾ ഒരു പ്രസന്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാളാണ്. ഓക്കെ, ഇത് കണ്ടിന്റെ കൂടെ പഠിച്ചവരൊക്കെ. ഹലോ ഗൈസ്, അപ്പം എൻ്റെ കൂടെ പണ്ട് എപ്പോഴൊക്കെയോ പഠിച്ച് ക്യാമറ വളരെ നല്ല സ്കൂളിനെ കുറിച്ച്. സ്കൂളിൽ തിരിച്ചു വന്നിട്ട് എങ്ങനെയുണ്ട്? ഇതെൻ്റെ ബാല്യകാല ഫ്രണ്ടാണ്. ബാല്യകാല ഫ്രണ്ടിൻ്റെ അമ്മയും എല്ലാവരും മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ഇതിപ്പോൾ കാണാം. നീ ഇവിടെ നിൽക്കുന്നോ? അതോ പോവാണോ? എവിടെ ഇരിക്കും നിങ്ങൾ? ഓക്കെ ഗൈസ്, കുറേ നാള് ശേഷം ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കഴിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ വിരിച്ച് അല്ലേ, വൈബല്ലേ? പ്രോഗ്രാം 2-3 മണിക്കൂർ കഴിഞ്ഞ് ഡിലേ ആവും. ഓക്കെ, അതുകൊണ്ട് ഉടുപ്പ് മാത്രം ഇട്ടിട്ട് നിൽക്കും. 1:20 പറഞ്ഞ പ്രോഗ്രാം 2:20 കഴിഞ്ഞ് 3:30 കഴിഞ്ഞ് ഇപ്പോഴാണ് നടക്കുന്നത്. ഇനി അതും കഴിയും ചിലപ്പോൾ. ബാക്കി ഇവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് നീരജ മേക്കപ്പ് ഒക്കെ? എനിക്ക് കാണാൻ പറ്റില്ല. സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര അനങ്ങാതിരുന്നോ. ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും.
ആ മണ്ടത്തിലൊന്നും വരുന്നില്ല. ഞാൻ നല്ലൊരു കൊച്ചാണ്, മത്സരത്തിനോടൊന്നും പറയാറില്ല. ഇങ്ങനെ കള്ളത്തരം പറയലും പുട്ടായിരുന്നു. നിങ്ങൾ എന്നെ മാത്രമേ വിശ്വസിക്കൂ, ഇവരാരും വിശ്വസിക്കും. എന്റെ കവിതാ മിസ്സിനോട് ചോദിച്ചു, പിന്നെ നല്ല ചോദിച്ചു കവിതാ ഞാൻ നല്ല വെച്ചല്ലേ, ഞാൻ നല്ല വെച്ചല്ലേ കണ്ടാ എന്തോ എന്റെ വിളിച്ചത് ചേച്ചി ഒരിക്കൽ തരുന്നതും പോലെ ഞാൻ ഇനി കുറ്റവും കേൾക്കും. ആഹാ മുടുക്കനായിപ്പ. ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എപ്പോഴാണ് അറിഞ്ഞൂടാ, 4 പാട്ട് കഴിഞ്ഞത് ഇപ്പൊ ഒരു 2 പാട്ട് കൂടി കഴിഞ്ഞിട്ടായിരിക്കും സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അടുത്ത നീരജയുടെ പ്രോഗ്രാമാണ്. അവൾ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാൻസ് കണ്ടിട്ട് വരാം. മകളെ ഒടിയന്റെ കരളെ ഉടയവനെ മനോടിനി പുലിയാടരുതേ, ഒരു നിന്ന് പല പോയൊരു പുലിയാടരുത്.
ഈ പണി ആയിരുന്നു തന്നെ തുടങ്ങിയല്ല പിന്നെ ഞാൻ തുടങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു മേക്കപ്പ് എല്ലാം അഴിച്ചു യൂണിഫോമിലായി? തിരിച്ച് യൂണിഫോമിലോട്ട് മാറണം. ഞാൻ ഡാൻസ് കണ്ടില്ല, ഡാൻസ് ഞാൻ കണ്ടില്ല, കാണണമെങ്കിൽ. അതെ, കണ്ടിട്ട് ഞങ്ങൾ കണ്ടു, കൊള്ളാം. നിങ്ങളും കാണും. ഇത് വലിയ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ബൈ പറയൂ. ടാറ്റാ, ബൈ 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 ഗൈസ്, ബൈ 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 ബൈ. ഓക്കെ, ഇത് നീരജയും നീരജയുടെ ബാല്യ ഫ്രണ്ട്. ഇപ്പോഴും ഫ്രണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ബാല്യ ഫ്രണ്ടിനെ കാണിച്ചായിരുന്നു. ഞാൻ നിലയുടെ ഡാൻസ് കണ്ടായിരുന്നു. നില ഡാൻസ് പകുതി ആയപ്പോഴാണ് ഞാൻ കയറിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. നിലയുടെ ഡാൻസ് ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടു. നിലയുടെ നല്ല ഡാൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നൊന്നുമില്ല. അനിയത്തിയുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് വന്നു. പിന്നെ ഞങ്ങളുടെ കാറ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാനായിട്ട് പോയി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഐസ് ബേയിലോട്ട് പോയി. ഐസ് ബേ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടൊരു സ്പോട്ടാണ് കേട്ടോ. ആശ്രാമതം കൊല്ലത്തൊക്കെ ഉള്ളവർ. കാരണം നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതിൻ്റെ അകത്തിരുന്ന് കഴിക്കാനും ആ ഒരു വെയിലത്ത് നമ്മൾ അകത്തിരുന്ന് ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ടത് ബ്രൗണീസ് ആണ് കേട്ടോ. ഐസ്ക്രീമിനേക്കാളും കൂടുതലും ബ്രൗണീസ് ആണ്. ബ്രൗണി ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അതായത് ഇന്നത്തെ വീഡിയോ
ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഉടനെ ഇതിന് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ. ശിശിരകാലം